ആർ.ജെ. രത്നക്കർ. ഒരു ദിവസം യജുർമന്ദിറിൽ സ്വാമി ദർശനത്തിനായി പുറത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. വാതിൽ തുറക്കാനായി ഞാൻ വാതിലിനടുത്ത് കാത്തുനിൽക്കുകയായിരുന്നു. സ്വാമിക്ക് കടുത്ത പനിയുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചു. അതിനാൽ ഞാൻ ധൈര്യം സംഭരിച്ച് സ്വാമിയുടെ വഴി തടസ്സപ്പെടുത്തുന്ന വിധം വാതിലിൽ നിന്നു. ദർശനത്തിനായി പുറത്തേക്ക് പോകുന്നത് വൈകിപ്പിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. അദ്ദേഹം വാതിലിലേക്ക് നോക്കുകയായിരുന്നു. പുറത്തേക്ക് പോകാൻ കൊതിച്ചുകൊണ്ട് ഞാൻ വാതിൽ തുറക്കണമെന്ന് സൂചിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തി പറഞ്ഞു, സ്വാമി, അങ്ങേക്ക് കടുത്ത പനിയുണ്ട്. ദർശനത്തിന് പോകുന്നത് ദയവായി വൈകിപ്പിക്കൂ. ആ സമയത്ത് സ്വാമി പറഞ്ഞതെന്താണെന്ന് ഒരാൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. മണിക്കൂറുകളോളമായി തന്നെ കാത്തിരിക്കുന്ന ഭക്തരെ കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഭക്തുലെ ലെനപ്പെടുനാകൂ ഇക്കട ഇങ്കമി പനി ഉന്തിര. എന്റെ ഭക്തരില്ലാതെ എനിക്കിവിടെ എന്ത് ജോലിയാണുള്ളത്? അത് കേട്ട ഉടൻ തന്നെ ഞാൻ അറിയാതെ വാതിൽ തുറന്നുപോയി. അദ്ദേഹത്തിന്റെ വഴിമുടക്കാൻ ഞാൻ തുനിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സ്നേഹം ആർക്കും അളക്കാനാവില്ല. ഏറ്റവും സ്നേഹമുള്ള ദൈവമാണ് അദ്ദേഹം. എല്ലാ ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും ഭക്തരോടൊപ്പമുണ്ടാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഭക്തരില്ലാതെ എനിക്ക് ജോലിയൊന്നുമില്ല എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദർശനത്തിനായി പുറത്തേക്ക് പോയി. മനുഷ്യരാശിയുടെ മോചനത്തിനാണ് താൻ വന്നിരിക്കുന്നതെന്ന് സ്വാമി പ്രഖ്യാപിച്ച അന്നുമുതൽ മഹാസമാധി ദിനം വരെ അദ്ദേഹം സംസാരിച്ച ഓരോ വാക്കും ഞങ്ങൾക്കു വേണ്ടിയായിരുന്നു. അദ്ദേഹം എടുത്ത ഓരോ പടിയും ഞങ്ങൾക്കു വേണ്ടിയായിരുന്നു. അദ്ദേഹം ചെയ്ത ഓരോ പ്രവൃത്തിയും ഞങ്ങൾക്കു വേണ്ടിയായിരുന്നു. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഈ ഭൂമിയിൽ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിസ്വാർത്ഥനായ ദിവ്യസ്വരൂപിയാണ്. അദ്ദേഹം നമ്മുടെ നന്മയ്ക്കായി മാത്രമാണ് നടന്നത്, സംസാരിച്ചത്, പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതായിരുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് അല്പനേരം നിശ്ചലരായി ചിന്തിക്കാം. സ്വാമി ദർശനത്തിന് പുറത്തേക്ക് വന്നപ്പോൾ സന്തോഷിച്ചതാര്? ഭഗവാനോ അതോ നമ്മളോ? അവിടുത്തെ ദർശനത്തിനായി വെമ്പൽ കൊണ്ടിരുന്നവരും നമ്മളായിരുന്നു. 2005 വർഷത്തിൽ ചില ദിവസങ്ങളിൽ ദർശനസമയം വൈകുകയോ സ്വാമി പുറത്തേക്ക് വരാതിരിക്കുകയോ ചെയ്തു. ഞങ്ങൾ അവിടത്തേക്കായി പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയെന്ന് ഓർക്കുന്നു. ദയവായി വരൂ സ്വാമി, ദർശനത്തിനായി വരൂ. എന്തുകൊണ്ട്? ഒരേയൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കവിടുത്തെ കാണണമായിരുന്നു, അവിടുത്തെ അനുഭവിക്കണമായിരുന്നു, അവിടുത്തെ സാന്നിധ്യത്തിന്റെ ആനന്ദം അനുഭവിക്കണമായിരുന്നു. സ്വാമി നമ്മിൽ നിന്നൊരു കത്ത് സ്വീകരിച്ചപ്പോൾ ആഹ്ലാദവും സന്തോഷവും കൊണ്ട് ആർക്കാണ് തിളച്ചുമറിഞ്ഞത്? സ്വാമി ഞങ്ങളുടെ കത്തുകൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മളായിരുന്നില്ലേ അത്? സ്വാമി നമ്മോട് സംസാരിച്ചപ്പോൾ സന്തോഷിച്ചതാര്? അദ്ദേഹം നമ്മെ ഒരു അഭിമുഖത്തിനായി വിളിച്ചെങ്കിൽ ഞങ്ങൾ ആനന്ദാധിക്യം കൊണ്ട് മതിമറന്നു പോകുമായിരുന്നു. വാസ്തവത്തിൽ ഭക്തരായ ഞങ്ങൾ അനുദിനം അവിടുത്തെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം ചില ഭക്തരെ അഭിമുഖത്തിനായി വിളിച്ചു. കൂട്ടത്തിലെ ഒരു ഭക്തനറിയിച്ചു, അടുത്ത ദിവസം സ്വാമിയുടെ ജന്മദിനമാണെന്ന് സ്വാമി പറഞ്ഞു. ഞാൻ നാളെ നിങ്ങളെ കാണാം എന്ന് തുടർന്ന് സ്വാമി പറഞ്ഞു. അഭിമുഖം കഴിഞ്ഞ് സംഘം മുറിവിട്ടിറങ്ങുമ്പോൾ ആ മാന്യനായ വ്യക്തി പെട്ടെന്നെന്തോ ഓർത്ത് സ്വാമിയുടെ അടുക്കലേക്ക് തിരിച്ചുവന്നു പറഞ്ഞു, സ്വാമി, 2 ദിവസത്തിനു ശേഷം എന്റെ മകന്റെ വിവാഹവാർഷികമാണ്. സ്വാമി മറുപടി നൽകി, വളരെ സന്തോഷം, ഞാൻ അവരെ അനുഗ്രഹിക്കാം. തുടർന്ന് ആ മാന്യൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു, എന്റെ പേരക്കുട്ടിയും ഇവിടെയുണ്ടാകും. അവന്റെ അക്ഷരാഭ്യാസം നടത്തേണ്ടതുണ്ട്. സ്വാമി ശരിയെന്നു പറഞ്ഞു. ഒടുവിൽ ആ മാന്യൻ മടങ്ങിപ്പോയി. തുടർന്ന് സ്വാമി അഭിപ്രായപ്പെട്ടു, ഞാൻ മറ്റൊരു 500 വർഷം കൂടി ഇവിടെയിരുന്നാലും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഇതാണ്: വിവാഹം, വാർഷികം, ജന്മദിനം, അക്ഷരാഭ്യാസം. നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വളരെ അർത്ഥവത്തായൊരു പരാമർശമാണിത്. നാം ദൈവത്തെ മാത്രമേ ചോദിക്കാവൂ എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ലൗകിക കാര്യങ്ങൾ എപ്പോഴും നമ്മോടൊപ്പമുണ്ടാകും. ഇതൊരു അനന്തമായ കഥയാണ്. ഒപ്പം ഈ നിസ്സാരമായ ആഗ്രഹങ്ങൾക്കൊന്നും ജീവിതത്തിന്റെ നിത്യയാത്രയിൽ ആർക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ഏറ്റവും മംഗളകരമായ സാന്നിധ്യത്തെ നാം മറന്ന് നിസ്സാരമായ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ മാത്രം നമ്മെ ചുരുക്കുന്നു. കൽവൃക്ഷത്തിനു മുന്നിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് കാപ്പിപ്പൊടി ചോദിക്കുന്നു എന്ന് സ്വാമി എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. എന്തു നൽകാനും കഴിയുന്ന സ്വാമി നമ്മോടൊപ്പമുണ്ട്. എന്നിട്ടും നാം നിസ്സാര കാര്യങ്ങൾ മാത്രം ചോദിക്കുന്നു. നമ്മെ ഉണർത്താൻ അവിടം വന്നത് അതുകൊണ്ടാണ്. സ്വാമി പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിങ്ങളും ദൈവമാണ്. എനിക്കറിയാമെന്നും നിങ്ങൾക്കറിയില്ലെന്നതുമാണ് ഏക വ്യത്യാസം. നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടം തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രകടിപ്പിച്ച അഗാധമായ സത്യമാണിത്. സ്വാമിയുടെ സ്വകാര്യ മുറികൾക്കുള്ളിൽ സ്വാമി എങ്ങനെയായിരുന്നു എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. സ്വാമി തന്റെ കിടപ്പുമുറിയിലായാലും സ്വീകരണമുറിയിലായാലും ഡൈനിംഗ് റൂമിലായാലും അല്ലെങ്കിൽ ദർശന ഹാളിലായാലും സ്വാമി എപ്പോഴും സ്വാമി തന്നെയായിരുന്നു. ശ്രീ ചിരഞ്ജീവി റാവു ചെറിയ ശരീരപ്രകൃതിയുള്ള ഒരു വ്യക്തിയായിരുന്നു.
അദ്ദേഹം സ്വാമിയോടൊപ്പം ഉണ്ടാകാറുള്ളതും ആശ്രമത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ സ്വാമിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കാറുള്ളതുമായിരുന്നു. ഒരിക്കൽ ശ്രീ ചിരഞ്ജീവി റാവു അടുത്തുള്ള കെട്ടിടത്തിലേക്ക് ചെന്ന് മുറിയിലേക്ക് പ്രവേശിച്ചു. അത് ഇരുണ്ടതും വളരെ കുറഞ്ഞ വെളിച്ചമുള്ളതുമായിരുന്നു. ലൈറ്റ് സ്വിച്ചുകൾ തുണക്കെട്ടുകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ലൈറ്റ് സ്വിച്ചുകളിലെത്തുന്നതിനായി തുണക്കെട്ടുകൾക്ക് മുകളിലൂടെ കയറാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം കാൽവഴുതി പിന്നിലേക്ക് വീണു. സ്വിച്ചിലെത്താൻ അദ്ദേഹം പലതവണ ശ്രമിച്ചു. ഓരോ തവണയും അദ്ദേഹം വഴുതി വീണു. സ്വാമി ഒരു കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം കണ്ണുകൾ അടച്ചു പറഞ്ഞു, ചിരഞ്ജീവി റാവു വഴുതി വീഴുന്നു. സ്വിച്ചിലെത്താൻ കഴിയുന്നില്ല. പോയി ലൈറ്റിടൂ. ഉടൻ തന്നെ മുറിയിലുണ്ടായിരുന്ന സഹോദരന്മാരിൽ ഒരാൾ ചെന്ന് ലൈറ്റിട്ടു. സ്വാമിയുടെ പരാമർശങ്ങൾ കേട്ട് ശ്രീ ചിരഞ്ജീവി റാവു വളരെയധികം അത്ഭുതപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ തുണക്കെട്ടില്ലാതെ മടങ്ങിവരാൻ തനിക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത കെട്ടിടത്തിലിരുന്ന് കത്ത് വായിക്കുകയായിരുന്ന സ്വാമി ഉടൻ തന്നെ പ്രതികരിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. സ്വാമിയുടെ വഴികൾ അത്യന്തം ദുർഗ്രഹമാണ്. അതൊരു ലളിതമായ കാര്യമായി തോന്നാം. എങ്കിലും അതവിടുത്തെ സർവജ്ഞാനത്തിന്റെ മറ്റൊരു തെളിവായിരുന്നു. അടുത്ത കെട്ടിടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതുപോലെ തന്നെ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞിരുന്നു. ഏത് സമയത്തും നമ്മളിൽ ഓരോരുത്തർക്കും എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാനായി ക്ഷേത്രത്തിൽ പോകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നാം ഭക്ത്യാദരവുകളോടെ കണ്ണുകൾ അടയ്ക്കുന്നു. നമ്മുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നാം നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ ദൈവത്തിന്റെ ദർശനം ലഭിക്കുന്നതിനായി നാം ദീർഘദൂരം സഞ്ചരിക്കുകയും മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുകയും ചെയ്യുന്നു. നാം ഗർഭഗൃഹത്തിലായിരിക്കുമ്പോൾ നാം എന്തു ചെയ്യുന്നു? നാം ദൈവത്തെ കാണാൻ പോയിരിക്കുന്നു. ദൈവത്തിനു മുന്നിൽ നാം കണ്ണുകൾ അടയ്ക്കുന്നു. ദൈവം പുറത്തല്ല, അകത്താണുള്ളത് എന്ന് സ്വാമി എപ്പോഴും പറയുമായിരുന്നു. പുറത്ത് നാം ചെയ്യുന്നത് പരസ്പരവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് തോന്നാം. എന്നാൽ നാം അത് ഉപബോധ മനസ്സോടെയാണ് ചെയ്യുന്നത്. കൂടാതെ നാം ഒരിക്കലും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാറില്ല. നമ്മുടെ ഹൃദയത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ആരാണ്? സ്വാമി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവിട്ടു എന്ന് നാം പറയുമ്പോൾ നമ്മൾ നിശബ്ദമായാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അകത്തിരുന്നുകൊണ്ട് സ്വാമി എങ്ങനെയാണത് കേട്ടത്? ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് അത് തെളിയിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിശബ്ദമായി ചൊല്ലുന്ന പ്രാർത്ഥനകൾ കേൾക്കാൻ സ്വാമിക്ക് കഴിയുമെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നും പ്രപഞ്ചം മുഴുവൻ ദൈവത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്നും നാം അറിയണം. തന്റെ ഒരു പ്രഭാഷണത്തിൽ സ്വാമി പറഞ്ഞു, സർവ്വവ്യാപിയായ അന്തർയാമിയായ സ്വാമി നിങ്ങൾ ഉള്ളിൽ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നു. അവൻ പുറത്താണെന്ന് കരുതി നിങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വാമിയിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അവൻ എപ്പോഴും നിങ്ങളോടൊപ്പം, നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ മുകളിലും താഴെയുമാണ് എന്ന ദൃഢവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതിനാൽ ദൈവം നമ്മളിൽ വളരെ സജീവമായി പ്രസൻസുണ്ട്. മനുഷ്യരിൽ മാത്രമല്ല, സകല ജീവജാലങ്ങളിലും അവൻ അന്തർയാമിയായിരിക്കുന്നു. സർവ്വവ്യാപിയായ ബ്രഹ്മാവ് ആത്മാവിന്റെ തത്വമായി നമ്മിൽ പ്രകാശിക്കുന്നു. നാം ഈ സത്യം തിരിച്ചറിയുമ്പോൾ ലോകത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകും. ദൈവത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരേയൊരു വഴി നമ്മുടെ ദൃഷ്ടിയെ ഉള്ളിലേക്ക് തിരിക്കുക എന്നതാണ്. ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലൂടെ നിങ്ങൾക്കൊരിക്കലും എന്റെ സാമീപ്യം പ്രാപിക്കാൻ കഴിയില്ല. നിങ്ങൾ ശാരീരികമായി എന്റെ അരികിലാണെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് വളരെ അകലെയായിരിക്കാൻ കഴിയും. നിങ്ങൾ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്നീ തത്വങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് വളരെ അകലെയാണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും എന്റെ അരികിലുണ്ടായിരിക്കും. എന്നിലേക്ക് നയിക്കുന്ന പാതയിലെ മൈൽക്കല്ലുകളാണ് ഇവ എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു. അതിനാൽ ഈ 4 പ്രധാന തത്വങ്ങൾ പാലിച്ച് നമ്മുടെ ജീവിതം നയിക്കാം, ഉൾക്കണ്ണു തുറക്കാം, അന്തർയാമിയായ സായിയുടെ സാമീപ്യം അനുഭവിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ അനന്തമായ കൃപയ്ക്ക് പാത്രങ്ങളാകാം. ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്.